ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നാടൻ വിഭവമാണല്ലോ പൊറോട്ടയും ബീഫും. അപ്പോൾ ഇന്ന് നമുക്ക് പൊറോട്ടയും ബീഫും വെച്ച് നല്ലൊരു കിഴിപ്പൊറോട്ട ഉണ്ടാക്കാം. ആദ്യം നമുക്കൊന്ന് ബീഫ് ഉണ്ടാക്കിയെടുക്കണം. അതിന് ഞാനൊരു വലിയ സവാളയും ഒരു തക്കാളിയും ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിതിൽ ഗരം മസാല പൗഡർ ചേർക്കണമെന്നില്ല. അതിന് പകരം ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ഉലുവ, പെരുംജീരകം ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ആ സ്പൈസസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് അതൊന്ന് ചെറുതായി റോസ്റ്റായി വന്ന ശേഷം ബാക്കി പൊടികൾ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് അധികം ചേർക്കണം, എന്നാലേ ബീഫിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ ഫ്രൈ ആയി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് 1/2 കിലോ ബോൺലെസ് ബീഫാണ്. ഏത് ബീഫ് വെച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ അടുത്ത് ഏത് ബീഫാണോ ഉള്ളത് അത് വെച്ച് ചെയ്താൽ മതി. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് ബീഫ്, സവാള, തക്കാളി, റോസ്റ്റ് ചെയ്ത് വെച്ച മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അധികം വെള്ളം ചേർത്ത് കൊടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ബീഫിലും അത്യാവശ്യം വെള്ളമൊക്കെ വരുമല്ലോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഒരു 1/4 ഭാഗം വെന്താൽ മതിയാവും. നല്ല വെന്തുടയാൻ പാടില്ല. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാണ്ട്. ഇപ്പോൾ ബീഫ് റെഡിയായി. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടായ ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ എടുക്കാവും നല്ലത്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ ചെയ്താൽ കറിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് മൂത്ത് വരുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കണം. ചെറിയുള്ളി ചേർത്ത് നല്ലൊരു ടേസ്റ്റാണ്. അതുള്ളവർ അത് ചേർക്കുക, അല്ലെങ്കിൽ സവാള ചേർത്താൽ മതി. ഇത് നന്നായി ഒന്ന് റോസ്റ്റായി ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുക. ബീഫിലെ വെള്ളം കുറച്ച് വറ്റി വരണം. നന്നായി വറ്റി ഡ്രൈ ആവാൻ പാടില്ല. അപ്പോൾ ബീഫ് പൊറോട്ടയിൽ വെച്ച് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ചെറിയൊരു ഗ്രേവിയിൽ എടുക്കണം. അപ്പോൾ അങ്ങനെ ഗ്രേവി ആവുന്ന വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബീഫ് റെഡിയായി. അധികം ഡ്രൈ ആക്കിയിട്ടില്ല. അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട്. ഇനി നമുക്കിത് വാഴയിലയിൽ വെച്ചിട്ട് പൊള്ളിച്ചെടുക്കണം.
അപ്പോൾ ഇനി പൊറോട്ട കൂടി വേണം. ഈ പൊറോട്ട ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാട്ടോ. ഇനി നമുക്കിതൊന്ന് കിഴിയിട്ടെടുക്കാം. ഇല ഒന്ന് വാട്ടിയെടുത്ത് 2 പൊറോട്ട ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി മസാല കൂടി വെച്ച് കൊടുക്കണം. അതുപോലെ സവാളയൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില അതുകൂടി ഒന്ന് വെച്ച് കൊടുക്കുക. ഇനിയൊരു ഭംഗിക്ക് വേണ്ടി ഒരു മുളക് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ബീഫ് മസാല കൂടി വെച്ച് കൊടുക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ ഒരു പൊറോട്ട കൂടി വെച്ച് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടില്ല. ഇനി നമുക്കിത് കിഴിയെട്ടിയെടുക്കാം. കുറച്ച് ദിവസമായി ഞാൻ ഇല വാങ്ങി വെച്ചിട്ട്, പക്ഷേ എപ്പോഴാണ് ചെയ്യാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ കുറേ ഇല വാടിപ്പോയി, കുറച്ച് ഇല ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് കിഴി കെട്ടിയത്. അപ്പോൾ ഒരു ചെറിയ ഫോയിൽ കൂടി ഞാനിതൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ വാഴേൻ്റെ ഇല കിട്ടുമല്ലോ, അപ്പോൾ ഒന്നും കൂടി പൊതിഞ്ഞെടുത്താൽ മതി. ഞാനിപ്പോൾ മൺചട്ടിയിലാണ് പൊളിച്ചെടുക്കുന്നത്. നാടൻ വിഭവങ്ങളൊക്കെ നമ്മൾ അധികവും മൺചട്ടിയിലല്ലേ ഉണ്ടാക്കാറ്. ഫ്രൈ പാനിൽ വെച്ചിട്ടും ചെയ്യാം. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഇതുപോലെ 15 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. കിഴിപ്പൊറാട്ട ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല ചൂടാട്ടോ. നല്ലൊരു അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കിഴിപ്പൊറാട്ട റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ടയും ബീഫും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കാരണം ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് കഴിച്ചവർക്ക് അറിയായിരിക്കും. ഞാനിത് പുറത്ത് പോയി കഴിച്ചപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത്. അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കമൻറ്റ് പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.